ഹലോ കുട്ടികൾസ്, കുറേ സ്ക്യൂവേഴ്സും ഈ ഒരു ഹാർട്ട് ഷേപ്ഡ് ജോമെട്രിക് ഡയഗ്രം ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ടേബിൾ ഡെക്കർ ലാമ്പ് ഉണ്ടാക്കാം. അതിനാദ്യം ഒരു വെള്ള പേപ്പർ രണ്ടായിട്ട് മടക്കി ഒന്ന് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, സിമെട്രിക്കലായിട്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ബോർഡേഴ്സിലൂടെ ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കുക. ബോർഡർ മാക്സിമം സൈഡിൽ കൂടെ തന്നെ വരയ്ക്കുക, എന്നാലേ കറക്റ്റ് ഹാർട്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഈ ലൈൻസിൻ്റെ രണ്ട് എൻഡിൽ നിന്നും കുറേ ട്രയാങ്കിൾസ് അങ്ങോട്ട് നിരത്തി പിടിച്ച് വരച്ചു കൊടുക്കുക. കറക്റ്റ് ഷേപ്പ് ഒന്നും ട്രയാങ്കിൾസിന് വേണം എന്നില്ല, കാരണം എന്താ അത്ര സിമെട്രിക്കലായിട്ടല്ല നമ്മൾ രണ്ട് സൈഡ് വെക്കുന്നത്. ആ ഒരു എൻറ്റയർ ഹാർട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ട്രയാങ്കിൾസ് വരച്ചു കൊടുക്കുക. ആദ്യം വരച്ച ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ബേസ് എടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ട്രയാങ്കിൾസ് വരച്ചു കൊടുക്കുക. ഒടുവിൽ അത് മൊത്തത്തിൽ വരച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ ഒരു സ്ട്രക്ചറിൽ കിട്ടും. എന്നിട്ട് ഈ ലൈൻസിലേക്ക് സ്ക്യൂവർ വെച്ച് കൊടുത്ത് ലെങ്ത് ഒരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം ആ ലെങ്ത് വെച്ചിട്ട്. എന്നിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ആദ്യം ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കാൻ നോക്കിയത്, പക്ഷെ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് ആദ്യം ഫ്രെയിം ഉണ്ടാക്കിയത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോയി. അങ്ങനെ എനിക്ക് വീണ്ടും ഇത് ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നു. അങ്ങനെ രണ്ടാമത്തെ തവണ ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബാംബൂവിൻ്റെ സ്ക്യൂവേഴ്സ് ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈർക്കിൽ വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഫിഗറിലേതുപോലെ കൂട്ടി കൂട്ടി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതെങ്ങനെ ഞാൻ മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ലൈനിൻ്റെ മുകളിൽ സ്ക്യൂർ വെക്കും, എന്നിട്ട് പെൻസിൽ കൊണ്ടത് മാർക്ക് ചെയ്യും. എന്നിട്ട് ഞാനത് സിസേഴ്സ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാനൊരു ഷാർപ്പ് സിസറിന് പകരം അധികം മൂർച്ചയില്ലാതെ സിസർ വെച്ചൊരു ഡെൻറ്റ് ഉണ്ടാക്കിയിട്ട് അതങ്ങ് ഒടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഷാർപ്പ് സിസർ വെച്ച് കട്ട് ചെയ്താലും നമ്മൾ ഡയറക്റ്റായിട്ട് ഒടിച്ചാലും ഇത് ബാംബൂ സ്റ്റിക്ക് ആയതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഫെവി ബോണ്ട് വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനെ കിട്ടും. ഇനി സൂക്ഷിച്ച് ആ ബാക്കിലത്തെ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്റ്റെബിലിറ്റി കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ട് സ്ക്യൂർ ചേർത്തൊട്ടിച്ചിട്ട് ഇതിൻ്റെ നീളത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ടാസ്ക് കഴിഞ്ഞ് ഇനി ഇത് മൊത്തത്തിൽ കളർ അടിച്ചെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു മെയിൻ ആയിട്ടുള്ള ടാസ്ക്. ഞാനൊരു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്, എനിക്കൊരു എസ്തെറ്റിക് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പക്ഷെ കളർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് എങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മൊത്തത്തിൽ കളേർഡ് പോലെ തോന്നുന്നില്ല. ശരിക്കും സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ സൈഡിലൊന്നും കളർ ആയിട്ടില്ല. അങ്ങനെ കളർ ആകാത്ത ഭാഗമൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കണ്ടുപിടിച്ചെടുത്ത് അവിടെയൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് വാൾ ഡെക്കർ ആക്കണമെങ്കിൽ സ്ക്യൂവർ ഒട്ടിക്കാതെ ഇത് ഡയറക്റ്റ് പെയിന്റ് ചെയ്ത് വാളിൽ ഒട്ടിക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഒരു ടേബിൾ ലാമ്പ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. അതിന് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് 4 ഈക്വൽ റൗണ്ട് പോർഷൻസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് 4 മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒട്ടിച്ചു കൊടുത്ത പോർഷൻ്റെ മുകളിലും താഴെയായിട്ട് മാത്രം നമുക്കൊന്ന് ബ്ലാക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. സൈഡ് പോർഷൻസിൽ പെയിൻറ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, കാരണം സൈഡിൽ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കുറച്ചൊരു പ്രിറ്റി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി സിമ്പിളാണ്. ഇതിൻ്റെ നടുക്കൊരു കുഴി കുത്തി കൊടുക്കുക. അവിടെ നേരത്തെ ഉണ്ടാക്കിയ സാധനം ഇറക്കി വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. പരിപാടി കഴിഞ്ഞ് ഇത്രയും വെച്ച് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇതൊരു ഡസ്റ്റ് ഡെക്കർ ആക്കാം. പക്ഷെ ഞാനിതൊരു ലൈറ്റ് ആക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് ഒരു സ്ട്രിങ് ലൈറ്റ് എടുത്ത് ആ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ അത് പൊട്ടാതെ സൂക്ഷിച്ച് ഒന്ന് കൊരുത്തു കൊടുക്കുക. ലൈറ്റ് കൊരുക്കുമ്പോൾ സൂക്ഷിക്കണം, ബാംബൂ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരുപാട് ബലത്തിൽ പിടിച്ച് അമർത്തിയാൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അത്ര നേരത്തെ എഫേർട്ട് വേസ്റ്റ് ആയിപ്പോവും. ഇനി നമുക്ക് കൊരുത്ത ലൈറ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. ഇതുപോലെ ഇരിക്കും ഫൈനൽ റിസൾട്ട്. അടിപൊളിയായിട്ടില്ലേ? ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. അപ്പം എല്ലാവരും ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.